കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-ാം ദിവസം അല്പസമയം തിരശ്ശീല വീഴാതിരിക്കുകയല്ലേ. എങ്ങനെയുണ്ടായിരുന്നു മഹാവിഷ്ണുവിന്റെ കലാകാരനുമായിട്ട് ചെയ്യുന്ന ഓരോ വേദികൾ ശ്രദ്ധിച്ചു? എന്താ അനുഭവം ഉണ്ടായിരുന്നു? ഇനി ഇവർ ഏത് വിദ്യാലയത്തിൽ നിന്നാണ് വരുന്നത് നമുക്ക് അറിയേണ്ടത്. കാരണം അതെ, ഉറപ്പ് പറയാമോ? കൊട്ടുക്കര കൊണ്ടോട്ടി സബ് ജില്ലയിൽ നിന്ന് ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളെ കാണാൻ, നമ്മുടെ പ്രേക്ഷകരെ കാണാൻ വേണ്ടി അവരുടെ ടീച്ചറോടൊപ്പം അവരിങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കുട്ടികളുടെ ഒപ്പനയുടെ ഗംഭീരത നമ്മൾ ലൈവായിട്ട് നമ്മുടെ പ്രോഗ്രാം നമ്മുടെ സ്ക്രീനിൽ കണ്ടിരുന്നു. എന്നാലും നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന സ്ഥിതിക്ക് അവരുടെ ലൈവ് പ്രോഗ്രാം കാണേണ്ടതുണ്ട്. കൊച്ചുണ്ണ ഒപ്പന മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇവരുടെ താഴെയുള്ള ഹൈസ്കൂൾ വിഭാഗത്തിൽ 1-ാം സ്ഥാനത്തോടുകൂടി എ ഗ്രേഡ് നേടിക്കൊണ്ട് അവർ തിരുവനന്തപുരത്തേക്ക് ബസ് കയറി കഴിഞ്ഞു. ഇനി അവരോടൊപ്പം തന്നെ തൊട്ട് പുറകിലുള്ള ബസ് കയറാൻ വേണ്ടി ഇവർ റെഡിയായി നിൽക്കുകയാണ്. എന്തായാലും മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ തട്ടകത്തിൽ നിന്നാണ് ഈ മക്കൾ വന്നിരിക്കുന്നത്. വിജയം പ്രതീക്ഷിക്കുന്നില്ല, വിജയം ഇവരിലാണ് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മുടെ മക്കൾ നിൽക്കുന്നത്. എന്തായാലും മക്കളുടെ അടിപൊളിയായിരുന്നു. അവർക്ക് ഓർമ്മ അവരുടെ പ്രിയപ്പെട്ട ഒരു ടീച്ചറും, ആ ടീച്ചറെ കുറിച്ച് എനിക്ക് ഒരുപാട് പറയാം. കുട്ടികൾ മത്സരവേദിയിൽ ശ്രമിക്കുമ്പോൾ അതിലേറെ ക്ഷീണം പുറത്തുനിന്ന് കാണുന്ന ഒരു ടീച്ചറുണ്ട്, റസ്യ ടീച്ചർ. ഈ മത്സരം